നൽകുന്നില്ല. എൻ്റെ ഉള്ളിൽ കൃത്യമായൊരു ബോധ്യമായിരുന്നു, വീട് തോറും കയറിയണം, ഡോർ ടു ഡോർ, ഹൗസ് ടു ഹൗസ്, ഐ പ്രൊക്ലെയിം യുവർ നെയിം. അങ്ങനെ ഒരു പ്രോഫസി ആയി. മാത്രമല്ല ഒരിക്കലും ചിന്തയുമില്ല, ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ ഹിന്ദുവാണോ. ഞാൻ ഓരോ സ്ഥലത്തും പോകുമ്പോൾ കർത്താവെ അവിടെ എങ്ങനെ അവരോട് പറയണം. അവർക്ക് നീതി വെള്ളം ചോദിക്കണം. ഞാൻ അങ്ങനെ സമയക്കാരെ വെള്ളം ചോദിച്ചു. വെള്ളം കുടിച്ചതായിട്ട് അവിടെ കാണുന്നുണ്ടോ? കുടിച്ചതായിട്ട് കാണുന്നുണ്ടോ? കുടിച്ചതായിട്ട് കാണുന്നില്ല. എനിക്ക് അവരുമായിട്ട് ടോപ്പിക് ഉണ്ടാക്കട്ടെ. എന്താ അപ്പോൾ നമുക്കിപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിച്ചാൽ ഉടനെ അവർ ചോദിക്കും, അങ്ങ് എവിടെ നിന്ന് വരുന്നത്? ഇപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വേറെ ആൾക്കാർ സംസാരിച്ചോ. ഇവിടെ ഞാനിങ്ങനെ ബോംബെയിൽ നിന്ന് വരുന്നു, ഇവിടെ വന്നതാണ്, എൻ്റെ പേര് തോമസ് പോൾ എന്നാണ്. ഓ, ക്രിസ്ത്യാനിയാണല്ലേ? അതെ, ക്രിസ്ത്യാനി. ഉടനെ ടോപ്പിക്കായിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയാണ്. പിന്നെ ആ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയണം. അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരിക്കുന്നത് എന്താണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത്? എന്താ ക്രിസ്ത്യാനി മറ്റു മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്? ഞാൻ പറയാം, ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷ. യേശുക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ? അല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ഒരു അർജൻസി കാരണം നമ്മൾക്ക് ഉത്തരവാദിത്വമാണെന്ന് അറിയാം. എല്ലാ ക്രിസ്ത്യാനികളുടെയും ഉത്തരവാദിത്വമാണ് യേശുവിനെ പ്രഘോഷിക്കാനുള്ളത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ദൈവാനുഭവം. 40 വർഷം ഇത്രയും മനോഹരമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടും എനിക്കറിയില്ലായിരുന്നു അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. 40 വയസ്സിലെ എനിക്കിത് മനസ്സിലായുള്ളൂ. ഇത് നമ്മുടെ പ്രബോധനത്തിൻ്റെയും നമ്മുടെ ഫോർമേഷൻ്റെയും ഒരു തെറ്റല്ലേ? ഞാൻ അതിന് മുമ്പേ ഇത് അറിയേണ്ടതായിരുന്നില്ലേ? ഞാൻ വേദോപദേശ ക്ലാസ്സിൽ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിരുന്നില്ലേ? മിഷൻ സൺഡേ എന്ന് പറഞ്ഞാൽ ഇന്നും അത് നല്ലൊരു മന്ത്രിക്കുന്ന ഓർമ്മ. തീർച്ചയായിട്ടും അതിൽ നമുക്ക് പ്രതിഫലം തരും. നമുക്ക് മിഷൻ സൺഡേ എന്ന് പറഞ്ഞാൽ, മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എന്താ? മിഷൻ സൺഡേ ആ നാളികയും കപ്പയ്ക്കും തേങ്ങാക്കൊള്ളിയും ഇതെല്ലാം തലയിൽ വെച്ചുകൊണ്ട് നമ്മൾ വീട് തോറും കയറി ഇറങ്ങി പിരിച്ച് ഓർക്കണില്ലേ? വളരെ സന്തോഷകരമായ ഓർമ്മയാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ മിഷൻ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അങ്ങനെ മിഷൻ സൺഡേക്ക് നമ്മൾ വീട് തോറും ഓടി നടന്ന് മിഷന് വേണ്ടി കളക്ഷൻ എടുത്ത് ഈ സാധനങ്ങളെ കൊണ്ടുവന്ന് ലേലം വിളിച്ച് കാശുണ്ടാക്കി കൊടുത്ത്, ഓ ഭയങ്കര സന്തോഷം. ഇപ്പോഴത് ഓർക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിൽ ശരിക്കും മിഷൻ നടത്തിയിട്ടില്ല. നമ്മൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ശ്രദ്ധിക്കണം. ഒരിക്കൽ 1999-2000 ഒരുപാട് മതപീഠനങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കുമ്പോൾ ഞാൻ അവിടെ ശക്തമായിട്ട് വചന പ്രഘോഷണമൊക്കെ അന്നൊക്കെ പഞ്ചാബിൽ വെടിവെക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാൻ, ഈ നാളെ ഇവിടെ വെക്കാനിരിക്കുകയാണെങ്കിൽ കൺവെൻഷൻ നടത്തുകയാണെങ്കിൽ കൊല്ലുന്നില്ല. എന്ത് ചെയ്യും? അവർ വന്നു വലിയ പന്തലെല്ലാം നശിപ്പിച്ച് മൈക്കെല്ലാം നശിപ്പിച്ച് എല്ലാം അടിഞ്ഞു കൊടുത്തു. ഞങ്ങൾ ആദ്യം കുറച്ച് വരച്ചു, എന്ത് ചെയ്യും സർദാർജികൾ. പക്ഷെ ഈശ്വരനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യമായി പ്രഘോഷിക്കണം. അപ്പൊ അച്ഛനോട് പറയാം, അച്ഛൻ ഇങ്ങനെ സന്ദേശിച്ചു. അച്ഛനൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം അടച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. കർത്താവ് പറയുന്നത് പോയി നിങ്ങൾ നടത്തണം. അച്ഛനുടനെ പോലീസ് കമ്മീഷണർ വിളിച്ചു പറഞ്ഞു, കളക്ടറെ വിളിച്ചു പറഞ്ഞു, ബിഷപ്പിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കോമ്പൗണ്ടിൽ സുവിശേഷം പ്രഘോഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പ്രഘോഷിക്കും. അതുകൊണ്ട് പോലീസ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം. 5 വാൻ പോലീസ് എന്ന് പറഞ്ഞു. ഓരോ
കോറിഡോർ, അതായത് ഓരോ ഇങ്ങോട്ടേക്ക് വരുന്ന ഓരോ വഴിയിലും അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അവരവിടെ ആക്രമണത്തിന് സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. അവിടെയെല്ലാം പോലീസ് ചെന്ന് അവരെല്ലാം വിടുവിച്ച് ആളുകൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമ്മളെ കുറിച്ച് ഭയങ്കര കംപ്ലൈൻറ്റ്. അപ്പോൾ പോലീസിന് കളക്ടർ നിർദ്ദേശം കൊടുത്തു, ഇയാൾ അവരുടെ കംപ്ലൈൻറ്റ് ഇതാണ്, ഇയാൾ ഞങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന മാതിരി സംസാരിക്കുന്നു, മറ്റുള്ളവരെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മതവികാരങ്ങളെയും വ്രണപ്പെടുത്തില്ല, ഞാൻ ക്രിസ്തുവിൻ്റെ കരുണയും സ്നേഹവും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കളക്ടറുടെ ഓർഡർ തന്നില്ല. പോലീസുകാരോട് പറഞ്ഞ് നിങ്ങളെല്ലാവരും ചുറ്റും കൂടി നിന്നിട്ട് ഇയാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. പോലീസുകാരെ ഇയാൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിട്ട് ഇയാൾ എവിടെയെങ്കിലും മറ്റു മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതായി ഒരു വാക്ക് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും, ഉടനെ അറസ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷം. 10-250 പോലീസുകാരാണ്. ഞാനിങ്ങനെ ആൾക്കാരെ കളിക്കുന്നത് പോലീസുകാർ വചനം കേൾക്കാൻ വന്നിട്ടുണ്ട്. വചനം കേൾക്കാൻ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. ക്രിസ്ത്യാനികൾ അല്ലാത്ത അവരെല്ലാവരും ഓർഡറാണ്, ശ്രദ്ധയോടെ കേൾക്കുക. എന്തെങ്കിലും അപ്പൊ അവര് ശ്രദ്ധിക്കണമെങ്കിലാ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഉച്ചയായി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സ്നേഹിതരെ പോലീസുകാരെ, ഞങ്ങളിവിടെ ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് സ്നേഹത്തിൽ ഉള്ളത് കൊണ്ട് കഴിക്കാറുമ്പോൾ എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണം. അവർക്ക് സന്തോഷമായി. വൈകുന്നേരമായി രോഗശാന്തി പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഒരാളുടെ തോളിന് വേദന മാറിയിരിക്കുന്നു കർത്താവ് പറയുമെന്ന് പറയുമ്പോൾ പോലീസുകാരൻ കൈകൊക്കണം. നമ്മൾക്ക് ഒട്ടും അല്പം പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന മാതിരിയല്ല. ഞാൻ പറഞ്ഞായിരുന്നു, മൈസൂരിൽ സ്കൂളിൽ വചനം പ്രഘോഷിക്കാൻ പോയ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഇത് നല്ലൊരു ഇതാണ് ടീച്ചേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാം. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റേഴ്സ് പറഞ്ഞു, സ്കൂൾ വന്ന് ഞങ്ങളുടെ 10ാം ക്ലാസ് കുട്ടികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം, അവരുടെ ഫൈനൽ പരീക്ഷ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പിന്നെ സംസാരിച്ചതാണ് മറ്റുള്ള ആളുകളുടെ. ഇനി വിളിച്ചു, അയ്യോ നമുക്കൂടെ അവിടെ വന്നിട്ട് ഈശോനെ കുറിച്ചൊന്നും പറയുന്നിട്ടോ. ഈശോനെ കുറിച്ച് പറയാൻ ഞാനെങ്ങനെ പ്രാർത്ഥിക്കണം? പ്രശ്നം ആളുകൾ കല്ലേറി. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ പറയുമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കില്ല, എന്നെ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞ് എന്നെ തിരസ്കരിക്കില്ലേ? എന്നാ ശരി, അങ്ങനെ പറയില്ല. ഞാനൊന്നും പറയില്ല. നമുക്ക് എന്നാ സൂക്ഷിക്കണം, ഇവിടെ ഞാൻ ജീവിക്കേണ്ട കാര്യം. അവിടെ ചെന്നപ്പോ ഇതേമാതിരി ഇതിൽ ചെറിയൊരു കുരിശ് ഞാൻ ചോദിച്ചു. അങ്ങനെ കുരിശ് ഇതേമാതിരി കുരിശ് ചെറുത്. അപ്പൊ കുട്ടികൾ ഈ 10ാം ക്ലാസ് കുട്ടികൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ 9ാം ക്ലാസ്സുകാർ പറഞ്ഞു, നമ്മൾ അടുത്ത വർഷം 10ാം ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ 250 500. 8ാം ക്ലാസ് പറഞ്ഞ് ഞങ്ങൾ ഹൈസ്കൂളല്ലേ, ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ആവുക. അപ്പോൾ അങ്ങനെ 250 പിള്ളേർ ഇതേമാതിരി മാറി. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഈ കുരിശ് പൊക്കി കാണിച്ചു. ഇപ്പൊ നമ്മുടെ എതിർ കക്ഷികളുടെ ലീഡേഴ്സിന്റെ ഭാര്യമാരൊക്കെ അവിടെ ഉണ്ട്. അവര് പോന്നിരിക്കുന്ന ടീച്ചേഴ്സായി. കുട്ടികളെല്ലാവരും നോൺ ക്രിസ്ത്യൻസ് ആണ്. ഒരു 19 പേര് ക്രിസ്ത്യാനികളാണ്. ഞാൻ ഈ കുരിശിനെ പൊക്കി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാരാണ്? അവരെല്ലാവരും വലിയ ശബ്ദത്തിൽ പറഞ്ഞു, ജീസസ്. ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞെല്ലാവരും ജീസസ്. കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ ജീസസ്.
അപ്പൊ ആ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിന്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മളെ കാണിച്ചു തരും. അത് കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു, ഇതാരാ ഈ ജീസസ് എന്ന് പറയുന്നത്? ആരാ? ഈ സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് ഗോഡ്. കുട്ടികൾ അവർക്ക് കുറെ അറിയാം. അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നമുക്ക് കൂടെ സംസാരിച്ചിട്ട് ഞങ്ങൾ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആണ്. നിങ്ങൾ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആണെങ്കിൽ, ജീസസ് സൺ ഓഫ് ഗോഡ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എന്താ ബന്ധം? ഞങ്ങള് ജീസസ് ഈസ് അവർ ബ്രദർ. യു ആർ റൈറ്റ്. എല്ലാം അവരെ കൊണ്ട് പറയുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ജീസസ് എന്തുകൊണ്ടാണ് നേരത്തെ രക്തം ഇരിക്കുന്നത്? വാട്ട്സ് ഹാപ്പൻഡ് യുവർ ബ്രദർ? അവര് തന്നെ പറയാൻ പറഞ്ഞ് ഞാൻ സഹായിച്ചാൽ കൊടുത്തു. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു, ഈ ഏത് മതസ്ഥരായാലും ജീസസ് when he died, യേശു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു അക്രൈസ്തവരായി. അവർക്ക് വേണ്ടി ആണ് യേശു ബലിയർപ്പിച്ചത്. അങ്ങനെ ആ യേശു വിശ്വസിക്കുന്നവരെ പിന്നീട് ക്രിസ്ത്യാനികളായിട്ട് മാറി. ജോലിച്ചിരുത്തി ഇതൊക്കെ പറഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടികളെ ഞാൻ പറഞ്ഞു, ഈ യേശു ഇന്നെ മിസ്റ്റീരിയസ്, ഒരു വിസ്മരണീയമായ രൂപത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. എനിക്ക് കാണാം. ഞാനത് വിശ്വസിക്കുന്നു. കാരണം ദൈവം ആണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ ദൈവം നമ്മളിലുണ്ട്. ആ ദൈവത്തിൽ 3 ആളുകളുണ്ട്, പിതാവ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു, ആ യേശു ജീവിതകാലത്ത് എവിടെ പോയാലും ആളുകളെയൊക്കെ സൗഖ്യപ്പെടുത്തി. അതൊരടയാളമാണ്. യേശു നിങ്ങളിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും ആദ്യത്തെ അടയാളം, നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ ഇപ്പോ എല്ലാവർക്കും സൗഖ്യം കിട്ടുന്നു. ഉടനെ കുറിച്ച് എഴുന്നേറ്റ് കിട്ടിയില്ലെങ്കിലോ? ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര തീഷ്ണതയായിരുന്നു. ഞാൻ പറഞ്ഞു, കിട്ടിയില്ലെങ്കിൽ എൻ്റെ പ്രീച്ചിങ് ആൻഡ് സ്റ്റോപ്പിങ്. ഐ വിൽ നോട്ട് എവർ പ്രീച്ച്. എന്ന് മനസ്സിലാവാൻ ഞാൻ എന്തേ പറയുന്നു. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട്. കർത്താവ് അവരുടെ അത്ഭുതം നടത്താൻ ആഗ്രഹിക്കുന്നു. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ആവേശിച്ചത്. ഞാൻ പറയുന്നതിൽ ആർക്കൊക്കെ എന്തെങ്കിലും വേദനയുള്ളവർ ആ യേശു നിങ്ങളിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ വേദന മാറും. എല്ലാവരുടെയും വേദന മാറും. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്ത് പറയണ്ടേ? ഈ കുട്ടികളെല്ലാം എല്ലാവരും തലവേദന, വയറുവേദന, എല്ലാം മാറി. കുറെ കുട്ടികൾ ദർശനം കാണാൻ തുടങ്ങി, വാവിട്ട് കരയാൻ തുടങ്ങി. യേശുവിനെ കണ്ടു. യേശു നിങ്ങളിലുണ്ടോ? അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ച് പ്രാർത്ഥിച്ചു. 3 മാസം 4 മാസം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ദിസ് ഈസ് ദ ബെസ്റ്റ് റിസൾട്ട് എവർ വി ഹാഡ് ആഫ്റ്റർ 25 years. 25 വർഷത്തിന്റെ കാലയളവ് ഏറ്റവും നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. 100% ഫസ്റ്റ് ക്ലാസ്. പിന്നെ അതിൻ്റെ സ്റ്റേറ്റ് റിസൾട്ട്. നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ദൈവം നമുക്ക് ഒരു ബുദ്ധി ഉപയോഗിച്ച് കുഞ്ഞുങ്ങളിലേക്ക് കർത്താവിനെ കൊടുക്കുന്നതിനുള്ള സ്ഥാപനങ്ങളാണ്. അതിനെ നമ്മൾ പ്രാർത്ഥനാപൂർവം മനസ്സിലാക്കണം, എങ്ങനെ അതിൽ കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, 99-2000 ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ലിസ്റ്റഡ് വീക്കിലി വന്നു. ലിസ്റ്റഡ് വീക്കിലിയുടെ പഴയ ഒരു എഡിറ്ററായിരുന്നു ഖുഷ്വന്ത് സിംഗ് സർദാർ. അപ്പൊ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. അതുകൊണ്ട് നമ്മൾ പറയണത് തെറ്റില്ല. അയാൾ എഴുതിയിട്ടാണ്, why
so many Hindus are against Christians? After all, they are only 2%. ഇത്രയും 2% ആളുകളെ പറ്റി നിങ്ങൾ ഇത്രയും ബേജാറാവേണ്ട ആവശ്യമില്ല. I know the reason. ഈ 98% ആളുകൾക്കും ചെയ്യാൻ പറ്റാത്ത നന്മ പ്രവൃത്തികൾ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 98% ആളുകൾക്കും ചെയ്യാൻ പറ്റാത്ത നന്മ പ്രവൃത്തികൾ ഈ 2% ആളുകൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അസൂയ. അങ്ങനെ അപ്പൊ നമ്മൾ നന്മ ചെയ്യണ ഒരു വശത്ത്, എന്നാൽ അതോടൊപ്പം ഒരുപാട് ചാരിറ്റി വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് ചെയ്യണം, പക്ഷെ അതിനും ആത്മീയത ഉണ്ടാകണം. മദർ തെരേസ എന്ന് പറയും, ഞാൻ എല്ലാവർക്കും കിച്ചണും ദാരിദ്ര്യവും മാറ്റാൻ ഇതൊക്കെ കൊടുക്കുക മാത്രമല്ല നമ്മുടെ ജോലി, അവർക്ക് യേശുവിനെ കൊടുക്കട്ടോ, അവർക്ക് യേശുവിനെ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾക്കുണ്ടാകേണ്ട ഒരു പ്രാർത്ഥന ഇതാണ്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഒരു വശത്ത് ചാരിറ്റി, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്കൂൾ ഇതെല്ലാം നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ട, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു പരിപാടി ഉണ്ടായിരിക്കണം. എന്താ പരിപാടി? യേശുവിനെ കൊടുക്കണം.